ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കുറുവരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരി അളക്കണ നാഴി 500 ലിറ്ററിൻ്റെ നാഴിയാണ് കേട്ടോ, അളവ് നാഴി. അതായത് 2 കപ്പിൻ്റെ അളവ് നാഴിയാണ്. അപ്പോൾ കഴുകിയെടുത്ത അരിക്ക് ഒരു 3 ടീസ്പൂൺ ഉലുവ ഇടുക. പിന്നെ ഞാൻ ഒരു തേങ്ങ ഇട്ടോ എടുത്തിരിക്കണത്, ഒരു തേങ്ങ ഫുള്ള് എടുത്തിരിക്കണത്. ഒരു തേങ്ങ ഇട്ടു, പിന്നെ ചിരകിയ തേങ്ങ ഇട്ടു, പിന്നെ 15 ചെറിയ ഉള്ളി അതൊന്ന് കട്ട് ചെയ്തത് ഇട്ടു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്പട്ടോ. കൈകൊണ്ട് നല്ലോണം തേങ്ങയും ഉള്ളിയും ഉലുവയും ഒക്കെ പാടിട്ടിട്ട് നല്ലോണം തിരുമ്പിയാൽ എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇതിൽക്ക് ഇറങ്ങും. പിന്നെ ചെറിയ ഉള്ളിൻ്റെ ഒക്കെ ഒരു ചൊയ ഇതിൽക്കൊന്ന് ഇറങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം കൈകൊണ്ട് തിരുമ്പണത്. തിരുമ്പിയിട്ട് നമുക്ക് ഇത് ഒരു കുക്കറിൽ ഇടട്ടോ. ഞാൻ ഇന്ന് കുക്കറിലാണ് ഇത് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെക്കാം. അപ്പോൾ കുക്കറിൽ ഇട്ടു. കുക്കറിലേക്ക് ഞാൻ ഒരു 500 ഗ്രാം അരിയല്ല എടുത്തിക്കണത്. അപ്പോൾ അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഇട്ടോ. അതായത് നമ്മൾ ഒരു കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ എടുക്കേണ്ടത്. അരി കുറച്ച് വേവുള്ള അരിയല്ല, അപ്പോൾ അങ്ങനെ അനുപാതത്തിലാണ് കേട്ടോ എടുക്കേണ്ടത്. പാകത്തെ അളവാണ്. അപ്പം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചു. നമുക്ക് ഗ്യാസുമ്മ പിന്നെ ഫ്ലെയിം കത്തിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 3 വിസിലാണ് കേട്ടോ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 2 വിസിലടിച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിൻ്റെ എയർ ഫുള്ള് പോണ വരെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ മേലിട്ടു. അതിൻ്റെ ശേഷമാണ് കുക്കർ തുറന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ളും വെന്തു. അരിയൊക്കെ ചോറൊക്കെ വെന്തു. തേങ്ങാച്ചോറിൻ്റെ പാകമായി. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാച്ചോർക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബീഫ് വരട്ടിയതാണ്. അപ്പം ഞാൻ ഇവിടെ ബീഫ് വരട്ടിക്കാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബീഫ് കൂട്ടാത്തവർക്ക് ഇത് ചിക്കൻ വരട്ടിയേക്കും ചേരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ടോ. പിന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. താങ്ക് യു.